1916 തുടക്കത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഒരു ഹൗസ് ഓണർക്ക് താൻ വാടകയ്ക്ക് കൊടുത്ത തൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടി വന്നു. ആ സമയത്താണ് ഈ ഹൗസ് ഓണർ ഒരു കാര്യം അറിഞ്ഞത്. തൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വ്യക്തി ആ സമയത്ത് അവിടെയില്ല. കാരണം അയാൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോയിരുന്നു. നിർബന്ധിതമായിട്ടുള്ള പട്ടാള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. കാരണം അക്കാലത്ത് ആരോഗ്യമുള്ളവരെല്ലാം നിർബന്ധിതമായിട്ട് പട്ടാള സേവനം ചെയ്യേണ്ട കാലമാണ്. വീട്ടിലെത്തിയ ആ ഹൗസ് ഓണർ വീടിൻ്റെ നിലവറയിലേക്ക് പ്രവേശിച്ചതിന് ഞെട്ടിപ്പോയി. കാരണം ആ ഗാരേജിൽ അയാൾ കണ്ടെത്തിയത് അത്രയ്ക്കും ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഹംഗറി കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ക്രൈമായിരുന്നു അയാളെ അവിടെ കാത്തിരുന്നത്. കഥയിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഡാർക്ക് ഹിസ്റ്ററിയുടെ 39ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി 1916 ഒരു ദിവസം മാർട്ടൻ ക്രസൻസ്കി തൻ്റെ കോട്ടും തൊപ്പിയും ധരിച്ച് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഇദ്ദേഹമാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ഹൗസ് ഓണർ. ഹംഗറിയിലെ ബുഡാപെസ്റ്റിനടുത്തുള്ള സിങ്കോട്ട ജില്ലയിലെ നൈംദു കൊസൂത്ത് തെരുവിൽ കുറച്ച് സ്ഥലവും അതിലൊരു വീടും അയാൾക്കുണ്ടായിരുന്നു. അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ബേലാക്കിസ് എന്ന വ്യക്തിയായിരുന്നു. അയാളുടെ വാടക കരാർ ഇതിനോടകം അവസാനിച്ചിരുന്നു. അതുകൊണ്ട് ബേലാക്കിസിനെ പറഞ്ഞുവിട്ട് ആ വീടും സ്ഥലവും ഒന്ന് പുതുക്കി പണിത് കൂടിയ വാടകയ്ക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കുവാനായിരുന്നു അയാളുടെ പദ്ധതി. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചു പൂട്ടിയ നിലയിൽ കിടക്കുന്ന കാഴ്ചയാണ് അയാളെ വരവേറ്റത്. അപ്പോഴാണ് അവിടെയുള്ള അയൽവാസിയും തൻ്റെ പഴയ സുഹൃത്തുമായ ബേല ടഗാക്സിനെ അയാൾ കണ്ടത്. അയാൾ മാർട്ടനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബേലാക്കിസ് 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഓസ്ട്രോ ഹംഗേറിയ സൈന്യത്തിൽ ചേരുവാനായിട്ട് പോയി. ഈ വാർത്ത മാർട്ടന് സമ്മാനിച്ചത് വലിയ നിരാശയായിരുന്നു. കാരണം വീടിപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നു, വാടക തരുവാനായിട്ട് ആരുമില്ല. ബേലയെ പ്രോപ്പർട്ടിയിൽ നിന്നും ഒഴിപ്പിക്കുവാനാണ് അയാളിപ്പോൾ വന്നത്. അതും അല്പം ദുഃഖമുള്ള കാര്യമാണ്. കാരണം അയൽപ്പക്കത്തുള്ളവർക്കെല്ലാം ബേലയെ വലിയ ഇഷ്ടമായിരുന്നു. അയാളെക്കുറിച്ച് പറയുവാൻ കുറ്റങ്ങൾ അവർക്കില്ല, മറിച്ച് നല്ലത് മാത്രമേ ഉള്ളൂ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒഴിഞ്ഞു കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഇപ്പോൾ മാർട്ടന് വരുമാനം നൽകാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ അയാൾക്ക് മുൻപിൽ വേറെ വഴിയുമില്ല. അങ്ങനെയാണ് ബേലയുടെ അഭാവത്തിൽ ആ വീട് കയ്യേറുവാനായിട്ട് മാർട്ടൻ തീരുമാനിച്ചത്. കാരണം അയാൾ പോയിരിക്കുന്നത് ഒരു യുദ്ധത്തിനാണ്. തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അതിനു വേണ്ടിയിട്ട് മുൻപ് കണ്ട അയൽവാസി ബേല ടഗാക്സിനെയും കൂട്ടിക്കൊണ്ട് അയാൾ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിലേക്ക് പോവുകയും അവിടെ നിന്ന് അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുകയും ചെയ്തു. ഒടുവിൽ വീടിൻ്റെ പൂട്ടും പൊളിച്ച് ഉള്ളിൽ പ്രവേശിച്ചു. അവസാനം ബേസ്മെൻറ്റിലും എത്തി. അവിടെ വെച്ച് ഇരുവരും ഒരു കാഴ്ച കണ്ടു. ആ ബേസ്മെൻറ്റിൻ്റെ ഉള്ളിൽ 3 അടി ഉയരവും 2 അടി വീതിയുമുള്ള 7 ലോഹ ഡ്രമ്മുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. അല്പം കൗതുകമുള്ള ഒരു കാഴ്ചയാണിത്. അതോടൊപ്പം ആരുടെയും ജിജ്ഞാസ ഉണർത്തുന്ന ഒന്നും. കാരണം ബേലാക്കിസ് ആ നാട്ടിലെ അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള തകരപ്പണിക്കാരനായിരുന്നു. ഇവരെ ടിം സ്മിത്ത് എന്നാണ് വിളിക്കുക. ഈ ജോലി അയാൾ സ്വയം പഠിച്ചതാണ്. സ്വന്തമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സും ചെയ്തിരുന്നു. എന്നാൽ ആ നിലവറയിൽ കണ്ട ബാരലുകളിലെ പേരുകൾ വായിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ തോന്നി. കാരണം ഒരു തകരപ്പണിക്കാരന് ഒരിക്കലും ആവശ്യമില്ലാത്ത രാസവസ്തുക്കളുടെ പേരുകളാണ് ആ വലിയ ഡ്രമ്മുകളിൽ ഉണ്ടായിരുന്നത്. അതാണ് അവർക്ക് വിചിത്രമായിട്ട് തോന്നുവാനുള്ള കാരണവും. വാടകയുടെ കരാർ ഇതിനോടകം അവസാനിച്ചതുകൊണ്ട് ആ ഡ്രമ്മുകളും അതുപോലെ വീട്ടിലുള്ള മറ്റു വസ്തുക്കളും മാർട്ടൻ്റെ അധികാര പരിധിയിലാണ്. അതുകൊണ്ട് അയാൾ നിലത്ത് കിടന്നൊരു ഡ്രമ്മിൻ്റെ മൂടി തുറക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് കറുത്തീയും ഉപയോഗിച്ച് വായു കടക്കാത്ത വിധം ഭദ്രമായിട്ട് അടച്ചിരുന്നു. കൂട്ടുകാരൻ അപ്പോൾ മാർട്ടന് ഒരു കോടാലി കൈമാറി. അതുപയോഗിച്ച് അയാൾ ആ സീൽ തകർക്കുവാൻ തുടങ്ങി. ഒടുവിൽ ഡ്രമ്മിൻ്റെ മൂടി അല്പം തുറന്നു. അതോടെ ആ ബേസ്മെൻറ്റ് മുഴുവനും വല്ലാത്തൊരു ദുർഗന്ധം വ്യാപിച്ചു. മാർട്ടൻ്റെ സുഹൃത്തായ ബേല ടഗാക്സ് ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു, അതായത് ഫിസിസ്റ്റ്. അയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഗന്ധം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. അത് മെഥനോളിൻ്റെ മണമായിരുന്നു. പൊതുവെ ഇത് അറിയപ്പെടുന്നത് വുഡ് ആൽക്കഹോൾ എന്നാണ്. എന്നാൽ മെഥനോളിൻ്റെ ഗന്ധം മാത്രമല്ല പുറത്തേക്ക് ഒഴുകിയത്, അതിനോടൊപ്പം ഒരു ചീഞ്ഞ ഗന്ധവും ഉണ്ടായിരുന്നു. അതോടെ ഇരുവരും ഒരു നിമിഷത്തേക്ക് പരസ്പര സംശയത്തോടെ നോക്കി. ശേഷം മാർട്ടൻ ഡ്രമ്മിൻ്റെ മറ്റു ഭാഗത്തുള്ള സീലുകളും കോടാലി കൊണ്ട് അടിച്ചു തകർക്കുവാനായിട്ട് തുടങ്ങി. ഒടുവിൽ ആ മൂടി പൂർണ്ണമായിട്ടും തുറന്നു. അതിനുള്ളിൽ അവർ വിചാരിച്ചതുപോലെ നിറച്ചും മെഥനോളായിരുന്നു. പക്ഷേ സ്വപ്നത്തിൽ പോലും അവർ വിചാരിക്കാത്ത മറ്റൊരു കാര്യവും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതൊരു ബാഗായിരുന്നു. വെറും ഒരു ബാഗല്ല, ഏതാനും ബാഗുകൾ കീറിയെടുത്ത് ഒരുമിച്ച് തുന്നിയെടുത്ത് വലുതാക്കിയ വലിയൊരു ബാഗ്. അതിൻ്റെ ഉള്ളിൽ നല്ല വലിപ്പമുള്ള എന്തോ ഒന്നുണ്ട്. അവരിത് കഷ്ടപ്പെട്ട് പുറത്തെടുത്തു. പിന്നെ മെല്ലെ അത് തുറന്നു. അടുത്ത നിമിഷം ഒരു ഞെട്ടലോടെ അവർ പിന്നോട്ട് ചാടി മാറി. കാരണം നല്ല നീളമുള്ള തവിട്ട് മുടിയുള്ള നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ട നിലയിലുള്ളൊരു സ്ത്രീയുടെ ശവശരീരമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതായിരുന്നു അവരെ കാത്തിരുന്നത്.
അതോടൊപ്പം അവളുടെ അരികിലായിട്ട് ഒരു കയറും ഉണ്ടായിരുന്നു. അവളുടെ ജീവൻ അവസാനിപ്പിക്കുവാനായിട്ട് കൊലയാളി ഉപയോഗിച്ച കയർ. ഇരുവരും സ്തംഭിച്ചു പോയി. തങ്ങൾ കണ്ടതിനെ ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കുറച്ച് സമയമെടുത്തു. ഒടുവിൽ സ്വബോധം വീണ്ടും കിട്ടിയതും മാർട്ടൻ മറ്റൊരു ഡ്രമ്മിൻ്റെ മൂടിയും കോടാലി ഉപയോഗിച്ച് അടിച്ചു തകർക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിലും മെഥനോൾ ആയിരുന്നു. അതോടൊപ്പം സ്വർണ്ണ നിറത്തിലുള്ള ഒരു തലമുടി ഇളകി മറിയുന്നതും അവർ കണ്ടു. കൂടെ മറ്റൊരു കൊലക്കയറും. ഇത് കണ്ടതും മാർട്ടൻ കോടാലിയും വലിച്ചെറിഞ്ഞ് പോലീസിനെ വിളിക്കുവാനായിട്ട് ഓടി. ചീഫ് നോട്ടറി ഗ്യൂല ഹുസ്കയും ഡിറ്റക്റ്റീവ് ചാൾസ് നാഗിയും വിവരം അറിഞ്ഞു. ചാൾസ് നാഗിക്കായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല. ചാൾസ് തൻ്റെ ഏറ്റവും മികച്ച സഹപ്രവർത്തകരുമായിട്ട് അവിടേക്ക് വരികയാണ്. വീട്ടിലെത്തിയപ്പോൾ മാർട്ടൻ ഭയത്തോടെ അവരെ സ്വാഗതം ചെയ്തു. തങ്ങൾ കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതേ സമയത്ത് ആൾക്കൂട്ടവും മറ്റും കണ്ട് ബേലയുടെ വീട്ടുജോലിക്കാരിയായ മിസ്സിസ് ജാക്കുബക്ക് എന്ന പ്രായമായിട്ടുള്ള സ്ത്രീ അവിടേക്ക് വരികയാണ്. 1900 തുടക്കം മുതലാണ് ബേലാക്കിസ് ഇവിടെ താമസം തുടങ്ങിയത്. അന്നു മുതൽ ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ് ജാക്കുബക്ക്. അവർ ബേലയുടെ വിശ്വസ്തയായിരുന്നു. ആ വീടിന്റെ പരിസരത്ത് തന്നെ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ഒരു കർഷകയായിരുന്നു ജാക്കുബക്ക്. ബേലയ്ക്കും അവരോട് വലിയ ബഹുമാനവും ദയയും സ്നേഹവും ഉണ്ടായിരുന്നു. പലപ്പോഴും അവരെ അയാൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുമുണ്ട്. പോലീസും ആൾക്കൂട്ടവും ആ വീടിന്റെ പരിസരത്ത് കണ്ടപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്കാരിയെ പോലെ അവർ മുൻപോട്ട് വന്നു. എന്നിട്ട് ശബ്ദമുയർത്തി അവരോട് ഈ സ്ഥലം വിട്ടുപോകുവാനായിട്ട് ആവശ്യപ്പെട്ടു. കാരണം യുദ്ധത്തിന് പോകും മുൻപ് വീട് സംരക്ഷിക്കേണ്ട ചുമതല ജാക്കുബക്കിനെ ഏൽപ്പിച്ചിട്ടാണ് ബേല പോയത്. ഡിറ്റക്റ്റീവ് ചാൾസ് അതൊന്നും കാര്യമാക്കിയില്ല. ആ സ്ഥലം കയർ കെട്ടി അദ്ദേഹം വേർതിരിച്ചു. എന്നിട്ട് ജനങ്ങളെ അതിന് പുറത്തു നിർത്തി. എന്നിട്ട് മറ്റ് ഓഫീസർമാർക്കൊപ്പം ബാക്കിയുള്ള ഡ്രമ്മുകൾ പരിശോധിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഓഫീസർ ചാൾസിനോട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പണ്ടൊരിക്കൽ ആരോ ഈ വീട്ടിൽ വന്നിരുന്നു. ഇവിടെയുള്ള ഡ്രമ്മുകൾ അയാളും കണ്ടു. ഇതേക്കുറിച്ച് സംശയം തോന്നിയ ആ മനുഷ്യൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ആ ഡ്രമ്മുകളെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ എന്താണെന്നും അന്വേഷിക്കണമെന്നുമായിരുന്നു അയാളുടെ പരാതി. ഈ പരാതിയുടെ പിന്നാലെ സംശയത്തിൻ്റെ പുറത്ത് അന്നൊരു ഓഫീസർ ഇവിടെ അന്വേഷിക്കുവാനായിട്ട് വന്നതുമാണ്. അന്ന് ആ ഓഫീസറോട് ബേലാക്കിസ് പറഞ്ഞത്, യുദ്ധമൊക്കെ വരികയാണല്ലോ, സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ മണ്ണെണ്ണ ക്ഷാമം ഉണ്ടാവും. ആ സമയത്ത് കൂടിയ വിലയ്ക്ക് വിൽക്കുവാനായിട്ട് താൻ മണ്ണെണ്ണ സംഭരിച്ച് വെക്കുകയാണ്. അത് വളരെ യുക്തിസഹമായിട്ടുള്ളൊരു വിശദീകരണമായിട്ട് ആ ഓഫീസർക്കും തോന്നി. അയാൾ കൂടുതലൊന്നും ഇതേക്കുറിച്ച് അന്വേഷിക്കാതെ തിരിച്ചു പോവുകയും ചെയ്തു. അന്വേഷണത്തിൽ മറ്റു ഡ്രമ്മുകളിൽ നിന്നും ഭാഗികമായിട്ട് വസ്ത്രം ധരിച്ചതോ പൂർണ്ണമായിട്ട് നഗ്നമായതോ ആയിട്ടുള്ള 5 സ്ത്രീകളുടെ ജഡങ്ങൾ കൂടി കണ്ടെത്തി. ആകെ മൊത്തം ആ ബേസ്മെൻറ്റിൽ നിന്നും മാത്രം കണ്ടെടുത്തത് 7 ജഡങ്ങളാണ്. 7 സ്ത്രീകൾ. എല്ലാ ജഡത്തിൻ്റെയും കൂടെ ഒരു കയറുണ്ടായിരുന്നു. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇതായിരുന്നു. എല്ലാ സ്ത്രീകളുടെയും കഴുത്തിൽ 2 പല്ലുകൾ ആഴ്ന്നിറങ്ങിയ പാടുകളുണ്ട്. കഥകളിലൊക്കെ പറയും പോലെ വാമ്പയറുകൾ കടിച്ചതുപോലെയുള്ള പാടുകൾ. അതിൻ്റെ അർത്ഥം കൊലയാളി ഇരകളുടെ രക്തം കുടിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ ഡിറ്റക്റ്റീവുകൾ ആ പ്രോപ്പർട്ടി മുഴുവനും ഇഞ്ച് ബൈ ഇഞ്ച് എന്ന കണക്കിൽ വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ വീടിൻ്റെ പിറകുവശത്ത് നിന്നും കൂടുതൽ ബാരലുകൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. എല്ലാത്തിലും മെഥനോൾ നിറച്ചിരുന്നു. മെഥനോളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ശവശരീരം അഴുകുന്നത് ഇത് മന്ദഗതിയിലാക്കും. അന്വേഷണത്തിൻ്റെ അവസാനം ആ പ്രോപ്പർട്ടിയിൽ നിന്നും അവർക്ക് 24 ജഡങ്ങൾ കിട്ടുകയാണ്. ചില ഡോക്യുമെൻറ്റുകളിൽ 24 അല്ല, അത് 30 ആണെന്ന് കാണുന്നുണ്ട്. എങ്കിലും പൊതുവെ പറയുന്നത് 24 ആണ്. നമുക്കും അങ്ങനെ വിശ്വസിക്കാം. അതോടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവരിപ്പോൾ ഇടപെടുന്നത് ഹംഗറിയുടെ ചരിത്രത്തിലെ ഏറ്റവും സമർത്ഥനായിട്ടുള്ളൊരു സീരിയൽ കില്ലറുമായിട്ടാണ്. ആ വീടിൻ്റെ പരിസരത്തുള്ള ആർക്കും തങ്ങളുടെ തൊട്ടടുത്ത ഇത്തരമൊരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. അയൽക്കാരുമായിട്ട് പോലീസ് സംസാരിച്ചു. അവരിൽ നിന്നും ചാൾസും മറ്റുദ്യോഗസ്ഥരും ബേലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു. അതിൽ പലതും അമ്പരപ്പിക്കുന്നതായിരുന്നു. കാരണം ബേലയെ അറിയുന്ന എല്ലാവരും അയാളെക്കുറിച്ച് വളരെ ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഇത് കേട്ടാണ് ഡിറ്റക്റ്റീവുകൾ കൂടുതൽ അത്ഭുതപ്പെട്ടത്. പൊതുവെ ഇത്തരം കുറ്റവാളികളിൽ കാണപ്പെടുന്ന സ്വഭാവം ഇതായിരിക്കും. അയാൾ സ്വന്തം കാര്യം മാത്രം നോക്കി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വിചിത്രനായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. എന്നാൽ ബേലാക്കിസിന്റെ പ്രൊഫൈൽ അതിന് നേർ വിപരീതമായിരുന്നു. അയാൾ പൊതുജന സമ്മതനായിരുന്നു. ഇനി നമുക്ക് ആരാണ് ബേലാക്കിസ് എന്ന ചരിത്രത്തിലൂടെ ഒരു അന്വേഷണം നടത്താം. 1877 ഓസ്ട്രിയ ഹംഗറിയിലെ ഇസാക്ക് എന്ന സ്ഥലത്താണ് ബേലാക്കിസ് ജനിച്ചത്. മാതാപിതാക്കളുടെ പേര് ജാനോസ് കിസ്, വെറോണ വർഗ. അയാളുടെ ആദ്യകാല ജീവിതം അന്നും ഇന്നും ഒരു നിഗൂഢതയാണ്. ആർക്കും അറിയില്ല. 1900 അയാൾ തകരപ്പണി സ്വയം പഠിക്കുവാനായിട്ട് തുടങ്ങി. തകരവും അതുപോലെ ഭാരം കുറഞ്ഞ ലോഹങ്ങളും ഉപയോഗിച്ച് പിടിയുള്ള പാത്രങ്ങളും സ്റ്റൗവിൻ്റെ പൈപ്പുകളും അതുപോലെ സൂചി സൂക്ഷിക്കുന്ന ബോക്സുകളും നിർമ്മിക്കുക. ഇത്തരം വസ്തുക്കൾ കേടായാൽ അത് നന്നാക്കുക തുടങ്ങിയ ജോലികളാണ് അയാൾ ചെയ്തത്. അടിസ്ഥാന വിദ്യാഭ്യാസമില്ലെങ്കിലും ബേലാക്കിസ് വളരെ സംസ്കാര സമ്പന്നനായിട്ട് ഇടപഴകുന്നവനും അതോടൊപ്പം ബുദ്ധിമാനുമായിരുന്നു. തൻ്റെ വ്യക്തിപ്രഭാവവും ഏതു വിഷയത്തിലും നന്നായിട്ട് ചിന്തിച്ച് സംസാരിക്കുവാനുള്ള മിടുക്കും ദരിദ്രരെയും ധനികരെയും ഒന്നുപോലെ കാണുവാനും അവരുമായിട്ട് അടുത്തിടപഴകുവാനും ഇയാൾക്ക് വലിയ കഴിവുണ്ടായിരുന്നു.
ഇതെല്ലാം മറ്റുള്ളവരെ വളരെയധികം ആകർഷിച്ചിരുന്നു. അതോടൊപ്പം മറ്റൊരു നിലയിലും അയാൾ ആ നാട്ടിൽ വളരെ പ്രശസ്തനായിരുന്നു. ബേലാക്കിസ് ഒരു ജ്യോതിഷി കൂടിയായിരുന്നു. മറ്റുള്ളവരുടെ ഭാവി പറയുന്നവരിൽ പേര് കേട്ടവൻ. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇയാൾ വിച്ച്ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബുഡാപെസ്റ്റിലും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും യോഗ്യനും അതുപോലെ സുന്ദരനുമായ അവിവാഹിതരിൽ ഒരാളായിട്ട് അയാൾ അറിയപ്പെട്ടു. സുന്ദരമായിട്ടുള്ള മുഖം, തിളങ്ങുന്ന നീല കണ്ണുകൾ, നന്നായിട്ട് ചീകി വെച്ച മിനുക്കമുള്ള ചെമ്പൻ മുടി, ഇതെല്ലാം അയാൾക്കുണ്ട്. അതോടൊപ്പം നിരവധി കാമുകിമാരും ഉണ്ടായിരുന്നു. നഗരത്തിലെ മറ്റു പുരുഷന്മാർക്ക് വരെ അയാളോട് അസൂയുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെയാണ് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ കാര്യങ്ങൾ. എന്നാൽ സമൂഹം എന്തൊക്കെ പറഞ്ഞാലും അവരറിയാത്ത ഒരു ഇരുണ്ട വശം അവനുണ്ടായിരുന്നുവെന്നും അത് ജനങ്ങളിൽ നിന്ന് സമർത്ഥമായിട്ട് മറച്ചു വയ്ക്കുവാനായിട്ട് അയാൾക്ക് സാധിച്ചുവെന്നും ഡിറ്റക്റ്റീവുകൾ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ വീട്ടുജോലിക്കാരിയായ മിസ്സിസ് ജാക്കുബക്കിനെ കുറിച്ച് ഡിറ്റക്റ്റീവ് ചാൾസിന് ചില സംശയങ്ങളുണ്ടായി. ഈ കൊലകൾക്ക് പിന്നിൽ അവർക്കും പങ്കുണ്ടായിരിക്കുമോ? അവരുടെ കൈകളും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുമോ? സംശയം മാത്രം പോരാ, അതിനു വേണ്ട തെളിവുകൾ കണ്ടെത്തി അത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ട് ചാൾസ് ആദ്യം ചെയ്ത കാര്യം ഇതാണ്. നേരെ ഓസ്ട്രോ ഹംഗേറി സൈന്യത്തെ നേരിൽ ബന്ധപ്പെട്ടു. എന്നിട്ട് ബേലാക്കിസ് എവിടെയാണെന്ന് അന്വേഷിച്ചു. അയാളെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ സൈനികർ അയാളെ തിരയുവാൻ തുടങ്ങി. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നു. ചാൾസ് പ്രതീക്ഷിച്ചതിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അത്. കാരണം ആ സമയത്ത് ഓസ്ട്രിയ ഹംഗേറിയ സൈന്യം സംഘടിതമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് വിഘടിച്ച് നിന്ന് ശത്രുക്കൾക്കെതിരെ പോരാടുന്നവരാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഇതിനിടയിൽ ഓരോ ദിവസം സ്ഥാനം മാറുകയും ചെയ്യും. ഇത്തരം അവസ്ഥയിൽ സംശയിക്കപ്പെടുന്ന ഒരാളെ കൃത്യമായിട്ട് കണ്ടെത്തുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നേക്ക് 100 വർഷം മുൻപ് നടന്ന സംഭവമാണിത്. അന്വേഷണത്തിന് വലിയ പരിമിതികളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തടസ്സം ഇതായിരുന്നു. ഓസ്ട്രോ ഹംഗറിയിൽ ബേലാക്കിസ് എന്ന പേര് സർവ്വസാധാരണമാണ്. നിരവധി ആളുകൾക്ക് ഈ പേരുണ്ട്. വടക്കേ അമേരിക്കയിൽ ജോൺ സ്മിത്ത് എന്ന പേര് പോലെയോ, കേരളത്തിൽ നോക്കിയാൽ അമൽ, വിഷ്ണു, അപ്പുക്കുട്ടൻ എന്ന പേര് പോലെയോ, അങ്ങനെ വളരെ സാധാരണമായിട്ടുള്ളൊരു പേര്. എന്ന് വെച്ചാൽ 100 കണക്കിനോ 1000 കണക്കിനോ ബേലാക്കിസുമാർ ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിൽ നിന്നും വേണം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുവാനായിട്ട്. അത് വലിയ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ചാൾസ് മറ്റൊരു മാർഗം കണ്ടെത്തി. അദ്ദേഹം നേരെ പോസ്റ്റൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ബേലാക്കിസ് എന്ന പേരിലേക്ക് വരുന്ന എല്ലാ തപാലുകളും പോലീസിന് ഫോർവേഡ് ചെയ്യണമെന്ന് ഉത്തരവിട്ടു. അങ്ങനെ ചെയ്യുവാനുള്ള കാരണം, ഈ വീട്ടിൽ നടന്നിരിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമാണ്. ബേല വീട്ടിലുണ്ടെങ്കിൽ ക്രൈം മറച്ചു വയ്ക്കുവാനായിട്ട് അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇപ്പോഴയാൾ വീട്ടിലില്ല. അങ്ങനെ വരുമ്പോൾ തൻ്റെ അഭാവത്തിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാനായിട്ട് അയാൾ ആരെയെങ്കിലും ഏർപ്പെടുത്തിയിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. തപാൽ പരിശോധിച്ചാൽ ആ സഹായി ആരാണെന്ന് കൃത്യമായിട്ടും കണ്ടെത്താം. മിക്കവാറും അത് വീട്ടുജോലിക്കാരി ജാക്കുബക്ക് ആയിരിക്കുവാനാണ് സാധ്യതയെന്ന് അയാൾ കണക്കുകൂട്ടി. കാരണം വീട് നോക്കുവാനായിട്ട് ജാക്കുബക്കിനെയാണ് അയാൾ ഏൽപ്പിച്ചത്. മാത്രവുമല്ല, അങ്ങനെ ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ ബേല പട്ടാളത്തിൽ നിന്നും ഒളിച്ചോടും. പിന്നെ അവനെ കണ്ടെത്തുവാനായിട്ട് പോലീസ് പിന്നാലെ ഓടണം. തപാൽ തടഞ്ഞാൽ ഈ മുന്നറിയിപ്പ് കിട്ടില്ല. ഡിറ്റക്റ്റീവ് ചാൾസ് ഇത്തരം സാധ്യതകൾ ഇല്ലാതാക്കുവാനാണ് മുൻകൂട്ടി ഇത് ചെയ്തത്. ഓടുന്ന നായയ്ക്ക് ഒരു മുഴം മുൻപേ എന്നതുപോലെ സൈന്യം ബേലയെ തിരയുന്ന സമയത്ത് പോസ്റ്റൽ സർവീസും ബേലാക്കിസ് എന്ന പേരിൽ വരുന്ന മെയിലുകളും ഒപ്പം മുൻപ് ഈ പേരിൽ വന്ന മെയിലുകളുടെ ഹിസ്റ്ററിയും ശേഖരിച്ചു. അപ്പോഴാണ് ഡിറ്റക്റ്റീവ് ചാൾസിന് തൻ്റെ അനുമാനം വളരെ ശരിയാണെന്ന് മനസ്സിലായത്. തപാൽ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജോലിക്കാരി ജാക്കുബക്കും ബേലയും തമ്മിൽ ഈ സംഭവങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് നിരവധി തവണ പരസ്പരം കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഇനി മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ചാൾസ് ജാക്കുബക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അവർ ആണയിട്ട് പറഞ്ഞത് ഇതേക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നാണ്. അത് നുണയാണെന്ന് ചാൾസിന് തോന്നി. കാരണം ബേലയുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ സ്ത്രീക്കുണ്ട്. ദിവസത്തിൻ്റെ ഭൂരിഭാഗവും അവർ ആ വീട്ടിലാണ് കഴിയുന്നതും. ഇവർക്ക് എന്തൊക്കെയോ അറിയാം. അത് മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. വൈകാതെ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ കർക്കശമായി. അവസാനം അവർ സംസാരിക്കുവാനായിട്ട് തയ്യാറായി. തന്നെ ജയിലിൽ അടയ്ക്കരുതെന്ന് ജാക്കുബക്ക് ചാൾസിനോട് കേണപേക്ഷിച്ചു. ജാക്കുബക്കിൻ്റെ കുമ്പസാരം ഇതായിരുന്നു. ഡിറ്റക്റ്റീവ് ചാൾസ് അത് വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തി. ബേലയ്ക്ക് 23 വയസ്സുള്ളപ്പോൾ മുതൽ അവൾ അവൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു. ജനങ്ങൾ പറയും പോലെ അയാൾ വളരെ ദയാലുവും സൗമ്യനും സഹായ മനസ്കനുമായിരുന്നു. അതിനുദാഹരണമായിട്ട് ജാക്കുബക്ക് ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ അയൽവീട്ടിലെ ഒരു നായയുടെ കാലൊടിഞ്ഞപ്പോൾ ബേല ആ നായയ്ക്ക് ഒരു സ്പ്ലിൻ്റ് ഉണ്ടാക്കി നൽകി. എല്ലിൽ ഒടിവുള്ള ഭാഗം ഒരേപോലെ നിർത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന തടിക്കഷ്ണത്തിനെയോ ലോഹത്തിനെയോ ആണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ആ നായയെ പരിചരിച്ച് സുഖപ്പെടുത്തി. മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് വരെ ദയാപൂർവം പെരുമാറുന്ന ഒരാൾക്ക് ഒരിക്കലും 24 പേരെ കൊല്ലുവാനായിട്ട് കഴിയില്ല എന്നും ഈ വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് പിന്നിൽ മറ്റാരോ ആയിരിക്കുമെന്നും ഉറപ്പിച്ചവർ പറഞ്ഞു. ആദ്യ റൗണ്ടിൽ നടന്ന ഈ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റൊരു കാര്യം കൂടി പോലീസിന് മനസ്സിലായി. അതിതാണ്, ബേല തൻ്റെ വീട്ടിൽ നിരവധി സ്ത്രീകളെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അവരെ ആരെയും തനിക്ക് അയാൾ പരിചയപ്പെടുത്താറില്ല. അവരാരാണെന്ന് ജാക്കുബക്കും അന്വേഷിക്കാറില്ല.
ഈ വെളിപ്പെടുത്തൽ അയാളാണ് കുറ്റവാളി എന്ന സാധ്യത കൂടുതൽ വർദ്ധിപ്പിച്ചു. ചാൾസും കൂട്ടരും വീട് മുഴുവനും വീണ്ടും മരിച്ചു പെറുക്കി. ബേലയുടെ കിടപ്പുമുറി ഉൾപ്പെടെ നോക്കിയെങ്കിലും എവിടെയും സംശയകരമായിട്ടുള്ള ഒന്നും തന്നെ കണ്ടെത്തുവാനായില്ല. ജാക്കുബക്ക് വീട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്നു. എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടത് നഷ്ടപ്പെട്ടു പോകുവാനാണ് സാധ്യത. ഇതിനിടയിൽ പൂട്ടിയ നിലയെ കാണപ്പെട്ട ഒരു മുറി അവരുടെ കണ്ണിൽപ്പെട്ടു. ആ വാതിൽ എന്താണ് അടച്ചു കിടക്കുന്നത് എന്നും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചാൾസ് അവരോട് ചോദിച്ചു. അപ്പോൾ ജാക്കുബക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: അതിനുള്ളിൽ എന്താണെന്ന് തനിക്കറിയില്ല. ഈ വീട്ടിലെ എല്ലാ മുറികളിലും പ്രവേശിക്കുവാനായിട്ട് അവർക്ക് അനുവാദമുണ്ട്. പക്ഷേ ഈ മുറിയിൽ മാത്രം കടക്കരുത് എന്ന് ബേല അവരോട് പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്നുവരെ അവരും ആ മുറിയിൽ കയറിയിട്ടില്ല. ഇത് കേട്ടതും ചാൾസിന് വീണ്ടും സംശയങ്ങൾ വർദ്ധിച്ചു. ബേല ഈ മുറിയിൽ എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ മുൻകരുതൽ. പോലീസ് ജാക്കുബക്കിനോട് മുറി തുറക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവരുടെ കൈവശം മുറിയുടെ താക്കോലും ഉണ്ടായിരുന്നു. അവർ മെല്ലെ മുറി തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം ശ്രദ്ധയപ്പെട്ടത് മുറിയുടെ ഉള്ളിലെ പുസ്തക ശേഖരമാണ്. ആ മുറിയുടെ മുഴുവൻ ചുവരിലും ഷെൽഫുകളാണ്. അതിൽ നിറച്ചും പുസ്തകങ്ങൾ കുത്തി നിറച്ചിരുന്നു. അതൊഴിച്ചു നോക്കിയാൽ മുറിയുടെ നടുക്കിട്ടിരിക്കുന്ന ഒരു മേശയും കസേരയും മാത്രമാണുള്ളത്. വേറെ ഒന്നുമില്ല. ഈ പുസ്തകങ്ങളുടെ എല്ലാം ഉള്ളടക്കം വളരെ വ്യത്യസ്തമായിരുന്നു. മന്ത്രവാദം, ഗൂഢവിദ്യകൾ, വ്യത്യസ്തമായിട്ടുള്ള വിഷക്കൂട്ടുകൾ എങ്ങനെ നിർമ്മിക്കാം, മനുഷ്യരെ എങ്ങനെ വേഗത്തിൽ കഴുത്തി ഞെരിച്ചു കൊല്ലാം, ജ്യോതിഷം, അത്തരം കാര്യങ്ങളായിരുന്നു അതിൽ നിറയെ. ഡിറ്റക്റ്റീവ് ചാൾസ് മേശയിൽ പരതി. അപ്പോഴാണ് ബേല എങ്ങനെയാണ് കുറ്റകൃത്യം ചെയ്തത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ കിട്ടിയത്. മേശയിലെ ഒരു ഡ്രോയറിൽ 74 പാക്കറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ പാക്കറ്റിലും ഒന്നിലധികം കത്തുകളും ഉണ്ടായിരുന്നു. ഓരോ പാക്കറ്റും വേറെ വേറെ ആളുകൾ ബേലയ്ക്ക് പല കാലഘട്ടത്തിലായിട്ട് അയച്ചതാണ്. ആ കത്തുകൾ വായിച്ചപ്പോഴാണ് ഇരകളെ അയാൾ തിരഞ്ഞെടുത്ത രീതി മനസ്സിലായത്. അയാൾ വധുവിനെ തിരയുന്നു എന്ന പേരിൽ പത്രങ്ങളിൽ നിരന്തരം പരസ്യം ചെയ്തിരുന്നു. ഇത്തരം പരസ്യങ്ങൾക്ക് മറുപടിയായിട്ട് സ്ത്രീകൾ എഴുതിയതായിരുന്നു ആ കത്തുകൾ. അതിൽ ഏറ്റവും പഴയ കത്ത് 1903 വന്നതാണ്. അതിൻ്റെ അർത്ഥം അയാൾ ഈ പണി ആരംഭിച്ചത് ഇന്നും ഇന്നലെയുമല്ല, ഏറ്റവും കുറഞ്ഞത് 13 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ബേലയുടെ രീതി ഇതായിരുന്നു. സമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ ലക്ഷ്യമിട്ട് അയാൾ പത്രത്തിൽ പരസ്യം ചെയ്യും. അതിനുശേഷം അവരുമായിട്ട് സംസാരിക്കും. ഇതിനിടയിൽ അവരുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ പരിസരത്ത് താമസിക്കുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് അന്വേഷിക്കും. കാരണം ഈ സ്ത്രീകൾ പെട്ടെന്ന് അപ്രത്യക്ഷരായാൽ ആരെങ്കിലും വേഗം ശ്രദ്ധിക്കുമോ എന്ന് അറിയുവാനായിരുന്നു അത്. ബേല ഈ സ്ത്രീകളിൽ നിന്നും വലിയ തുകകൾ തട്ടിയെടുത്തിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ചാൾസ് ബേലയുടെ മേശയെ കണ്ടെത്തിയ ഡോക്യുമെന്റുകളിൽ അയാളുടെ വിൽപത്രവും ഉണ്ടായിരുന്നു. അതിൽ തൻ്റെ മരണശേഷം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വലിയൊരു തുക നീക്കിവെച്ചിരുന്നു. ആ വ്യക്തി വേറെ ആരുമല്ല, മിസ്സിസ് ജാക്കുബക്ക് ആയിരുന്നു. അദ്ദേഹം ഈ വിൽപത്രം അവരുടെ മുൻപിൽ നിവർത്തി വെച്ച് ആക്രോശിച്ചു. ഈ കൊലകളെക്കുറിച്ച് നിനക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. യാതൊരു ബന്ധവുമില്ലാത്ത നിന്റെ പേർക്ക് അവൻ എന്തിനാണ് തൻ്റെ സ്വത്ത് നീക്കിവെച്ചത്? നീയും അവൻ്റെ കൂട്ടാളിയാണ്. ഇവരെല്ലാം കൊല്ലുവാനായിട്ട് സഹായിച്ചത് നീ തന്നെയാണ്. മര്യാദയ്ക്ക് നടന്ന കാര്യങ്ങൾ ഒന്നും വിടാതെ പറഞ്ഞു. എന്നാൽ അവർ അതിലും ഉച്ചത്തിൽ തനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല എന്ന് നിഷേധിച്ചു. ഇങ്ങനെ ഒരു വിൽപത്രം ഉള്ളതായിട്ട് പോലും തനിക്കറിയില്ല. കുറച്ചു സമയത്തിന് ശേഷം ചാൾസിന് മനസ്സിലായി ഈ സ്ത്രീ പറയുന്നത് സത്യമാണ്. അവർക്ക് ഈ കൊലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് അവളെ പ്രതിപട്ടികയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കി. കൊല്ലപ്പെട്ട 24 പേരിൽ 23 പേർ സ്ത്രീകളും ഒരാൾ മാത്രം പുരുഷനുമായിരുന്നു. അയാൾ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ എവിടെ നിന്നും വന്നുവെന്നോ ഒരിക്കലും കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നും അതൊരു സമസ്യയാണ്. എല്ലാ ഇരകളെയും ഒരേ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. കഴുത്തിൽ കയറോ അല്ലെങ്കിൽ വയറോ ഉപയോഗിച്ചാണ് കൃത്യം ചെയ്തത്. എന്നാൽ ഡിറ്റക്റ്റീവുകളെ ഒന്നടങ്കം ശരിക്കും ഞെട്ടിച്ചത് ഓരോ ഇരയുടെയും കഴുത്തിൽ ഒരു വാമ്പയർ കടിച്ചതുപോലെ തുളഞ്ഞു കയറിയ പല്ലിൻ്റെ പാടുകളാണ്. ഇതുവഴി അവരുടെ രക്തം വാർന്നു പോയെന്നും മനസ്സിലായി. ബേല പത്രങ്ങളിൽ കൊടുത്ത പരസ്യങ്ങളിൽ താനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. മാത്രവുമല്ല, നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം അയാൾ ദുർമന്ത്രവാദവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന്. അതിൻ്റെയൊക്കെ ആരാധകനാണ് ബേലാക്കിസ് എന്ന്. ഇത് വെച്ച് വേണം നമ്മൾ ഈ കേസിനെ വിലയിരുത്തുവാനായിട്ട്. ഇരകളുടെ കഴുത്തിലെ മുറിവുകളും അവരുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അഭാവവും വ്യക്തമായിട്ട് പറയുന്നത് പണത്തിനു വേണ്ടി മാത്രമല്ല ബേലാക്കിസ് ഇത് ചെയ്തത്. അവൻ വാമ്പേറിസം എന്ന മനോവൈകല്യത്തിൻ്റെ അടിമയായിരുന്നു. വൈകാതെ ഡിറ്റക്റ്റീവുകൾ കണ്ടെടുക്കപ്പെട്ട ജഡങ്ങൾ ആരുടെയൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ തുടങ്ങി. ഏതാനും ആളുകളെ മാത്രമാണ് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞത്. ബേലയുടെ മേശയിൽ നിന്നും ഒരു ഫോട്ടോ ആൽബം കിട്ടിയിരുന്നു. ഇരകളെ തിരിച്ചറിയുവാനായിട്ട് ഇത് വലിയൊരു പങ്ക് വഹിച്ചു. ഒരു സ്ത്രീയെ അടക്കം ചെയ്ത ബാരലിൽ നിന്നും MD എന്ന ഇനിഷ്യലുകൾ എംബ്രോയിഡറി ചെയ്ത ഒരു ഹാൻഡ് കർച്ചീഫ് കിട്ടി. മറ്റൊരാളുടെ വസ്ത്രത്തിൽ KV എന്ന അക്ഷരങ്ങൾ തുന്നിച്ചേർത്തിരുന്നു. ഈ KV എന്നത് കാതറിൻ വർഗ എന്ന സ്ത്രീയാണെന്ന് പിന്നീട് മനസ്സിലായി. അവൾ അയാൾക്ക് എഴുതിയ കത്തുകളും മുറിയിൽ നിന്നും കണ്ടെടുത്തു. അതിൽ നിന്നും മനസ്സിലാവുന്നത് കാതറിൻ ബേലയെ ഭ്രാന്തമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നാണ്. അവനോടൊപ്പം സിങ്കോട്ടയിൽ ജീവിക്കുവാനായിട്ട് ബുഡാപെസ്റ്റിൽ വളരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന തൻ്റെ ഡ്രസ് മേക്കിംഗ് ഷോപ്പ് വിൽക്കുക വരെ അവൾ ചെയ്തു.
കാതറീൻ വലിയ സമ്പന്നയായിരുന്നു. പക്ഷേ അവൾക്ക് സുഹൃത്തുക്കളോ കുടുംബമോ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവും ദൂരെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ കാതറീൻ അപ്രത്യക്ഷമായപ്പോൾ ആരും തന്നെ അവളെ അന്വേഷിച്ചില്ല. ബേലയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഒന്ന് ജൂലിയാൻ പാസ്ചാക്ക് എന്ന സ്ത്രീയുടെ ആയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഇതേ ജൂലിയാൻ പാസ്ചാക്ക് വിവാഹ വാഗ്ദാനം നൽകി തന്റെ പണം ബേലെ വഞ്ചിച്ചെടുത്തുവെന്ന് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നില്ല. അതിനു മുൻപ് തന്നെ അവൾ പരാതി കൊടുത്തു. ഒരു പക്ഷേ ബേലയുടെ കള്ളത്തരം അവൾ മനസ്സിലാക്കിയിരിക്കാം. എന്നാൽ ഈ കേസിന്റെ വാദസമയത്ത് തന്റെ പരാതി ബോധിപ്പിക്കുവാനായിട്ട് ജൂലിയാൻ കോടതിയിൽ ഹാജരായില്ല. ആ സമയം അവൾ ബേലയുടെ വീട്ടിലെ ബേസ്മെന്റിൽ ഒരു വീപ്പയിൽ അന്തിവിശ്രമം കൊള്ളുകയായിരുന്നു. വാദിയില്ലാത്തതുകൊണ്ട് ഈ കേസ് തള്ളപ്പെട്ടു. വൈകാതെ ഈ സീരിയൽ കില്ലിങ്ങിന്റെ വാർത്ത രാജ്യമെങ്ങും പ്രചരിച്ചു. പത്രങ്ങളിൽ വാർത്ത വന്നു. ഇതേ തുടർന്ന് നിരവധി ആളുകൾ ബേലയ്ക്കെതിരെ പരാതിയുമായിട്ട് മുൻപോട്ട് വന്നു. അവരുടെ എല്ലാം വീടുകളിൽ നിന്നും ഒരു യുവതി കാണാതായിരുന്നു. ഇവർക്കെല്ലാം ഒരു സാമ്യതയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ബേലയുടെ പരസ്യം കണ്ട് അതിന് മറുപടി അയച്ചവരാണ്. ഒരു സ്ത്രീ ഡിറ്റക്റ്റീവ് ചാൾസിനെ കണ്ട് തൻ്റെ മകൾ മാർഗരറ്റ് ടോത്ത് ബുഡാപെസ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ ബേലയുടെ പത്രപരസ്യത്തിന് മറുപടി നൽകിയിരുന്നു എന്ന് വെളിപ്പെടുത്തി. തൊട്ടു പിന്നാലെ മാർഗരറ്റ് തൻ്റെ അമ്മയ്ക്ക് ബേലയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. താൻ ഉറപ്പായിട്ടും മാർഗരറ്റിനെ വിവാഹം കഴിക്കുമെന്ന് അയാൾ അവർക്ക് ഉറപ്പ് നൽകി. ഈ സ്ത്രീയിൽ നിന്നും ബേല വളരെയധികം പണം തട്ടിയെടുത്തു. വൈകാതെ മാർഗരറ്റും ബേലയും ഒരുമിച്ചായ താമസം. ഒടുവിൽ അവരുടെ വിവാഹം മാസങ്ങളായിട്ട് നടക്കാതെ വന്നപ്പോൾ മാർഗരറ്റിൻ്റെ അമ്മ ബേലയുടെ വീട്ടിലേക്ക് വരികയും അയാളോട് കാര്യം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അവരോട് അന്ന് പറയുവാനായിട്ട് അയാളുടെ അടുക്കൽ ഒരു കഥയുണ്ടായിരുന്നു. ഒരുമിച്ച് അല്പകാലം ജീവിച്ചപ്പോൾ മാർഗരറ്റിന് ബേലയോടുള്ള താല്പര്യം കുറഞ്ഞു. അവൾ അയാളെ വിവാഹം കഴിക്കുവാനായിട്ട് വിസമ്മതിച്ചു. ഒരു ദിവസം അവൾ അയാളോട് പിണങ്ങി അമേരിക്കയിലേക്ക് പോയി. മാർഗരറ്റിൻ്റെ അമ്മയും ഈ കഥ വിശ്വസിച്ചു. കാരണം മകൾ അവൾക്കൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്തിൽ തനിക്ക് ബേലയുമായിട്ട് ജീവിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നും അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോവുകയാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് അവർ ഒരു കാര്യം അറിഞ്ഞില്ല. തൻ്റെ മകളുടെ കുഴിമാടത്തിൽ നിന്നുകൊണ്ടാണ് താൻ ബേലയോട് സംസാരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. ഡിറ്റക്റ്റീവ് ചാൾസ് ഈ കേസിൽ കണ്ടെത്തിയത് മറ്റൊന്നാണ്. ബേല തൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനൊരു കത്ത് അവളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതിയതാവണം. എന്നിട്ട് അയാൾ തന്നെ അത് പോസ്റ്റ് ചെയ്തു. കത്ത് എഴുതിയതിന് തൊട്ടു പിന്നാലെ ബേല മാർഗരറ്റിനെ കൊലപ്പെടുത്തി. എന്നിട്ട് മെഥനോൾ നിറച്ച ലോഹ ഡ്രമ്മിൽ അവളെ തള്ളി. പോലീസിന്റെ അന്വേഷണത്തിൽ ബേല കൊടുത്ത പത്രപരസ്യങ്ങൾക്ക് മൊത്തം 174 സ്ത്രീകൾ മറുപടി എഴുതിയിട്ടുണ്ട്. അതിൽ 74 പേരുടെ അഭ്യർത്ഥനകൾ മാത്രമാണ് അവൻ സ്വീകരിച്ചത്. ആ 74 പേരിൽ ഏറ്റവും കുറഞ്ഞത് 20 പേരെങ്കിലും അവൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് കൊല്ലപ്പെട്ടു. ശേഷം സ്റ്റോർ റൂമിലെ മെഥനോളിൽ സൂക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ മുറ്റത്ത് കുഴിച്ചിടപ്പെടുകയോ ചെയ്തു. ചില സ്ത്രീകൾ ജ്യോതിഷം നോക്കുവാനായിട്ട് ആ വീട്ടിലെത്തി കൊല്ലപ്പെട്ടതാണെന്ന് അനുമാനിക്കപ്പെടുന്നു. അങ്ങനെ ഹംഗേറിയൻ പോലീസ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായൊരു സീരിയൽ കില്ലറെ കണ്ടെത്തി. അവൻ ചെയ്ത കുറ്റകൃത്യവും വെളിച്ചത്ത് വന്നു. ഇനി ഒരേ ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളൂ: കുറ്റവാളിയെ കണ്ടെത്തുക. അങ്ങനെയാണ് അന്നുവരെയും കാണാത്തൊരു മാൻ ഹണ്ടിന് അവർ തുടക്കം കുറിച്ചത്. മാത്രവുമല്ല, ബേലയെ കണ്ടെത്തുവാനുള്ള സമ്മർദ്ദവും വളരെ വർദ്ധിച്ചിരുന്നു. പോലീസിന്റെ കഴിവുകേടിനെ ജനങ്ങൾ ചോദ്യം ചെയ്തു. പക്ഷേ എങ്ങനെ അവരയാളെ കണ്ടെത്തും? കാരണം ഇതിനോടകം മാധ്യമങ്ങൾ വഴി വാർത്തയറിഞ്ഞ് അയാൾ രക്ഷപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഇതിനോടകം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം അവനെ ഒരു യുദ്ധ തടവുകാരനായിട്ട് പിടികൂടിയിരിക്കാം. മേൽപ്പറഞ്ഞ് എന്തു സംഭവിച്ചിരിക്കാം. ചുരുക്കത്തിൽ അവരുടെ മാൻഹണ്ട് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല. അങ്ങനെ ഇരിക്കെ 1916 ഒക്ടോബർ 4 ഡിറ്റക്റ്റീവ് ചാൾസിന് ഒരു സെർബിയൻ ആശുപത്രിയിൽ നിന്നും 2 വ്യത്യസ്ത കത്തുകൾ കിട്ടുകയാണ്. ഒന്നാമത്തെ കത്തിൽ പറഞ്ഞത് ഇതാണ്: ബേലാക്കിസ് കഴിഞ്ഞ വർഷം മുതൽ രോഗിയായിരുന്നു. അയാൾ ടൈഫോയിഡ് ബാധിച്ചു മരിച്ചു. ഈ കത്ത് അയാളെ വല്ലാതെ നിരാശനാക്കി. എന്നാൽ രണ്ടാമത്തെ കത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ കത്തിൻ്റെ നേർവിപരീതമായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ബേല മരിച്ചിട്ടില്ല, മറിച്ച് ജീവനോടെയുണ്ട്. അയാൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരേ ആശുപത്രിയിൽ നിന്നും വന്ന പരസ്പര വൈരുദ്ധ്യമുള്ള ഈ കത്തുകൾ ചാൾസിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. എങ്കിലും ഒരു ചാൻസ് പോലും ഈ വിഷയത്തിൽ കളയുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ചാൾസ് വേഗം സെർബിയയിലെ ആശുപത്രിയിലേക്ക് വണ്ടി കയറി. അവിടെ എത്തിയപ്പോൾ ഓസ്ട്രോ ഹംഗേറി സൈന്യത്തിലെ ഉദ്യോഗസ്ഥർ ചാൾസിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. അവരിൽ ഒരാളാവട്ടെ ചാൾസിന്റെ കൈ പിടിച്ചു കുലുക്കിക്കൊണ്ട് ക്രൂരനായ ഒരു സീരിയൽ കില്ലറെ സമർത്ഥമായിട്ട് കണ്ടെത്തിയതിന് അയാളെ അഭിനന്ദിച്ചു. ബേലയെ നീതിക്ക് മുൻപ് കൊണ്ടുവരുവാനായിട്ട് ആ നിമിഷം വരെ ഊണും ഉറക്കവും ഒഴിച്ച് അക്ഷീണം പ്രവർത്തിച്ച ചാൾസിന് ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമായിരുന്നു. സൈനികർ അദ്ദേഹത്തെ ബേലാക്കിസ് രോഗിയായിട്ട് കിടക്കുന്ന മുറിയിലേക്ക് നയിച്ചു. അവിടെയുള്ള കട്ടിലിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. ചാൾസ് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ബേലയോട് അയാൾ എന്തൊക്കെയോ സംസാരിച്ചു. എന്നാൽ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്. താൻ ഈ മുറിയിൽ വന്നതിന് ശേഷവും ബേല ചലിച്ചിട്ടില്ല. അയാളുടെ ശരീരത്തിലെ ഒരു പേശി പോലും അനങ്ങിയിട്ടില്ല. എന്തോ ഒരു സംശയം തോന്നിയ ചാൾസ് മുൻപോട്ട് വന്ന് ബേലയുടെ തോളിൽ കൈവച്ചു.
ഒരു ഞെട്ടലോടെ അയാൾ കൈ പിന്നോട്ട് വലിച്ചു. ഐസ് പോലെ ആ ശരീരം തണുത്ത് മരവിച്ചിരുന്നു. ചാൾസ് കൈ വലിച്ചതും ആ മനുഷ്യൻ ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്, കട്ടിലിൽ അതുവരെ കിടന്നത് ഒരു ജഡമായിരുന്നു. എന്നാൽ അത് ബേലയുമല്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? അതിന് ഒരേ ഒരു സാധ്യതയേ ഉള്ളൂ. ആരോ ഒരാൾ ബേലാക്കിസിന് പോലീസ് വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സമയം കളയാതെ മരിച്ചൊരു രോഗിയുടെ ശരീരം തൻ്റെ കട്ടിലിൽ വെച്ച് ആശുപത്രിയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയിരുന്നു. ഡിറ്റക്റ്റീവ് ചാൾസിൻ്റെ വിരൽത്തുമ്പിൽ നിന്നുമാണ് കൊലയാളി രക്ഷപ്പെട്ടു പോയത്. അതിനുശേഷം മറ്റാരും ബേലാക്കിസിനോട് ഇത്ര അടുത്ത് വന്നിട്ടുമില്ല. പിന്നീട് വന്ന വർഷങ്ങളിൽ ബേലാക്കിസ് എവിടെയാണെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാത്തൊരു സമസ്യയായിട്ട് അവശേഷിച്ചു. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും വെച്ച് അവനെ പലരും കണ്ടുവന്ന കത്തുകൾ പോലീസിന് കിട്ടി. അവർ അവിടെ എത്തി അന്വേഷിക്കുമ്പോൾ അയാളുടെ പൊടി പോലും കണ്ടുകിട്ടില്ല. 1919 ബുഡാപെസ്റ്റിൽ വെച്ച് ബേലയെ കണ്ടുവന്നൊരു വാർത്ത പുറത്തു വന്നു. ഒരു വർഷത്തിനു ശേഷം ഫ്രഞ്ച് ഫോറിൻ ലീജിയനിൽ നിന്നും മറ്റൊരു വാർത്തയും പുറത്തേക്ക് വന്നു. ഹോഫ്മാൻ എന്നു പേരുള്ള ഒരു പഴയ സൈനികൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ചില സത്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ പേരിലായിരുന്നു ബേല പത്രത്തിൽ വിവാഹ പരസ്യങ്ങൾ കൊടുത്തിരുന്നത്. അയാൾ ഉപയോഗിച്ചിരുന്നൊരു വ്യാജനാമമായിരുന്നു ഈ ഹോഫ്മാൻ. ഈ വിവരം പറഞ്ഞ ആളെ കണ്ടെത്തി ഹോഫ്മാന്റെ രൂപം എന്താണെന്ന് പോലീസ് ചോദിച്ചു. അയാൾ പറഞ്ഞ വിവരണങ്ങൾ ബേലാക്കിസുമായിട്ട് വളരെ യോജിക്കുന്ന ഒന്നുമായിരുന്നു. പോലീസ് വേഗം തന്നെ ഹോഫ്മാനെ പിടിക്കുവാനായിട്ട് പുറപ്പെട്ടു. എന്നാൽ ഇതിനോടകം അയാൾ അപ്രത്യക്ഷനായിരുന്നു. പിന്നീട് ഇയാളെ കണ്ടുവന്ന റിപ്പോർട്ടുകൾ വന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയറിൽ ജോലി ചെയ്യുന്ന ഡിറ്റക്റ്റീവ് ഹെൻറി ഓസ്വാൾഡ് ഒരു ദിവസം ഒരു കാഴ്ച കണ്ടു. ബേലാക്കിസ് ഒരു സബ്വേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ചിലപ്പോൾ അയാൾക്ക് തോന്നിയതായിരിക്കാമെന്ന് വാദിച്ചാലും അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഡിറ്റക്റ്റീവ് ഹെൻറിയെ വിളിച്ചിരുന്നത് ക്യാമറ ഐ എന്നാണ്. കുറ്റവാളികളുടെ മുഖങ്ങൾ ഓർത്തുവെക്കുന്ന കാര്യത്തിൽ അയാൾക്ക് അസാമാന്യമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. കഷ്ടകാലത്തിന് ഹെൻറി ഓസ്വാൾഡ് അയാളെ കണ്ടുമുട്ടിയ സമയത്ത് അവിടെ വലിയ ജനത്തിരക്കായിരുന്നു. ആ ജനത്തിരക്കിൽ ലയിച്ച് അയാൾ അപ്രത്യക്ഷനായി. അതുപോലെ 1936 ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് ബേലയെ കണ്ടുവന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു. ബേലയുടെ രൂപത്തോടും സ്വഭാവത്തോടും പെർഫെക്റ്റ് മാച്ചായ ഒരാൾ ഒരു കെയർടേക്കറായിട്ട് ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അയാൾ നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പോലീസിന് അറിവ് കിട്ടി. സമയം കളയാതെ പോലീസ് അവിടെ എത്തിയെങ്കിലും അയാൾ അപ്രത്യക്ഷനായിരുന്നു. പിന്നീട് ഒരിക്കലും ആരും അയാളെ കണ്ടിട്ടില്ല, അയാളെക്കുറിച്ച് കേട്ടിട്ടുമില്ല. കേരളത്തിലെ സുകുമാരക്കുറുപ്പിനെ പോലെ, ഡോക്ടർ ഓമനെ പോലെ ചരിത്രത്തിൽ നിന്നും അയാൾ അപ്രത്യക്ഷനായി. ഒരിക്കലും ഈ സീരിയൽ കില്ലറെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ബേലാക്കിസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അയാളുടെ പ്രവൃത്തി വെച്ച മാധ്യമങ്ങൾ ഇട്ട പേരാണത്, ദി മോൺസ്റ്റർ ഓഫ് സിൻകോട്ട. അയാൾ എവിടേക്കാണ് പോയത്? പിന്നീട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം ഒരു രഹസ്യമാണ്. ഒരിക്കലും പുറത്തു വരുവാനായിട്ട് സാധ്യതയില്ലാത്ത രഹസ്യം. ഇരകളുടെ രക്തം കുടിക്കുന്ന സീരിയൽ കില്ലേഴ്സ് വേറെയുമുണ്ട്. ഇത്തരം മനോനിലയെ വാമ്പേറിസം എന്നാണ് വിളിക്കാറ്. ഞാൻ തന്നെ അങ്ങനെയുള്ള ഏതാനും കൊലയാളികളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം മഗ്ദലിന സൊളിസ്, ട്രേസി വിഗിൻടൺ, അങ്ങനെ പലരും. അവരുടെ കഥകളുടെ ലിങ്ക് വീഡിയോയ്ക്ക് കീഴെ കൊടുക്കാം.